السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നരകത്തിൽ നിന്ന് ഒരു വിധമാണ് അയാൾ രക്ഷപ്പെടുന്നത്. തട്ടിത്തടഞ്ഞ് വീണ് വീണ്ടും എഴുന്നേറ്റ് നടന്ന് നരകം അയാളുടെ പിന്നിലായി കഴിഞ്ഞപ്പോൾ ആ നരകത്തിനെ നോക്കിയിട്ട് അയാൾ പറയുന്നുണ്ട്, തബാറക്കല്ലദീ നജ്ജാനി മിൻക്. ഈ നരകത്തിൽ നിന്ന്, നിന്റെ അടുക്കൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹു എത്ര അനുഗ്രഹീതനാണ്. എന്നിട്ട് അവിടുന്ന് ആ മനുഷ്യൻ നടക്കുമ്പോൾ അയാളുടെ മുന്നിൽ ഒരു മനോഹരമായ മരം പ്രത്യക്ഷപ്പെടുകയാണ്. ആ മരത്തിൻ്റെ അരികിൽ വെള്ളവുമുണ്ട്. അപ്പോൾ ആ മരം കണ്ടപ്പോൾ അയാൾ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹു, എനിക്ക് ആ മരത്തിൻ്റെ അരികിലേക്ക് പോകണം, അവിടെ നിന്ന് എനിക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ അള്ളാഹു പറയും, ആ മരത്തിൻ്റെ അരികിലെത്തിയാൽ നീ അടുത്തത് വല്ലതും ചോദിക്കൂലേ? നീ വേറെന്തെങ്കിലും ഒരു കാഴ്ച കണ്ടാൽ അതും വേണമെന്ന് നീ പറയൂലേ? അപ്പം ആ മനുഷ്യൻ പറയും, ലാ യാ റബ്ബ്, ഞാനത് പറയൂല. ലാ അസ്അലുക ഗൈറഹ, ഞാൻ അതല്ലാത്തതൊന്നും ചോദിക്കൂല. എനിക്ക് ആ മരത്തിൻ്റെ അടുത്ത് എത്തിയാൽ മതി, അവിടെ നിന്ന് വെള്ളം കുടിച്ചാൽ മതി, വേറൊന്നും ഞാൻ ചോദിക്കൂല. അങ്ങനെ ഈ മനുഷ്യൻ്റെ അക്ഷമയും അയാളുടെ അടങ്ങാത്ത ആഗ്രഹവും കണ്ട് അള്ളാഹു ആ മനുഷ്യനെ ആ മരത്തിൻ്റെ തണലിലേക്ക് കൊണ്ടുപോകും. അയാൾ ആ മരത്തിൻ്റെ തണലിൽ ഇരിക്കും, അവിടെ നിന്ന് വെള്ളം കുടിക്കും. ആ സമയത്താണ് അയാൾ അടുത്തൊരു മരം കാണുന്നത്. ഇപ്പോഴുള്ള വൃക്ഷത്തെക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ള മനോഹരമായ രണ്ടാമത്തൊരു വൃക്ഷം അയാൾ കാണുകയാണ്. അപ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അയാൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹു, എനിക്ക് ആ മരത്തിൻ്റെ അരികിലേക്ക് പോകണം. അപ്പം അള്ളാഹുവിനും ആ മനുഷ്യനും ഇടയിലുള്ള കരാർ ഓർമ്മപ്പെടുത്തും. അലം തുആഹിദിനി അല്ലാ തസ്അലനി ഗൈറഹ, ഇതല്ലാത്ത വേറൊന്നും ചോദിക്കൂല എന്നല്ലേ നമുക്കിടയിലുള്ള കരാറ്? രണ്ടാമതൊരു ആഗ്രഹം പറയൂല എന്നല്ലേ നീ പറഞ്ഞത്? അപ്പം അയാൾ പറയും, ഇത് ലാസ്റ്റാണ്, നീ ചോദിക്കൂല. ലാ അസ്അലുക ഗൈറഹ, ഇതല്ലാത്തത് നീ ചോദിക്കൂല, ഇത് അവസാനത്തെ ചോദ്യമാണ്. അല്ല, വീണ്ടും ആ മനുഷ്യൻ്റെ അക്ഷമയും അയാളുടെ അടങ്ങാത്ത ആഗ്രഹവും കണ്ട് അള്ളാഹു ആ മനുഷ്യനെ രണ്ടാമത്തെ മരത്തിൻ്റെ തണലിലേക്ക് കൊണ്ടുപോകും. അയാൾ ആ മരത്തണലിൽ ഇരിക്കും,
അവിടെ നിന്ന് വെള്ളം കുടിക്കും. അങ്ങനെ രണ്ടാമത്തെ ആ മരത്തിൻ്റെ തണലിൽ ഇരിക്കുമ്പോഴാണ് അയാൾ മൂന്നാമത്തൊരു മരം കാണുന്നത്. ആദ്യം കണ്ട 2 മരങ്ങളെക്കാളും മനോഹരമാണ് മൂന്നാമത്തെ മരം. അപ്പോൾ ആ മരം കണ്ടിട്ട് ഇയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 2 തവണ ഇനി ചോദിക്കൂല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ വീണ്ടും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, എനിക്ക് ആ മരത്തിൻ്റെ തണലിലേക്ക് പോകണം, അവിടെ നിന്ന് എനിക്ക് വെള്ളം കുടിക്കണം. ആ മരം സ്വർഗത്തിൻ്റെ വാതിലിനരികിലാണ്. ഈ മനുഷ്യൻ ഇപ്പോഴും സ്വർഗത്തിലെത്തിയിട്ടില്ല. അയാൾ സ്വർഗത്തിൻ്റെ വാതിലിനരികിലുള്ള മരമാണ് കാണുന്നത്. അങ്ങനെ അള്ളാഹു വീണ്ടും കരാർ ഓർമ്മപ്പെടുത്തും, അലം തുആഹിദിനി അല്ലാ തസ്അലനി ഗൈറഹ. വേറൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താണ് ചോദിക്കുന്നത്? അപ്പം അയാൾ പറയും, ഇത് അവസാനത്തെ ചോദ്യമാണ്, ഇനി ചോദ്യമല്ല, ഇത് അവസാനത്തെ ചോദ്യമാണ്. അങ്ങനെ ആ മനുഷ്യനെ അള്ളാഹു എന്ത് ചെയ്യും, ആ മൂന്നാമത്തെ മരത്തിൻ്റെ തണലിലേക്ക് കൊണ്ടുപോകും. അയാൾ ആ മൂന്നാമത്തെ മരത്തിൻ്റെ അരികിലെത്തും, അവിടെ നിന്ന് വെള്ളം കുടിക്കും. ഇത് സ്വർഗത്തിൻ്റെ വാതിലിനരികിലുള്ള മരമാണ്. ആ സമയത്ത് ആ മനുഷ്യൻ സ്വർഗക്കാരുടെ ശബ്ദം കേൾക്കുകയാണ്. ആ വാതിലിനപ്പുറത്ത് നിന്ന് സ്വർഗത്തിലുള്ള മനുഷ്യരുടെ സംസാരം കേൾക്കുന്നു. അപ്പം ഈ മനുഷ്യൻ പറയും, യാ റബ്ബ് അദ്ഖിൽ നീഹ, അള്ളാഹുവേ, നീ എന്നെ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അപ്പം അള്ളാഹു ആ മനുഷ്യനോട് തിരിച്ചു ചോദിക്കുകയാണ്, യബ്ന ആദം മാ യസ്രീനി മിൻക്, എപ്പോഴാണ് നിൻ്റെ ചോദ്യങ്ങൾ അവസാനിക്കുക? എപ്പോഴാണ് നിൻ്റെ ആഗ്രഹങ്ങൾ തീരുക? എപ്പോഴാണ് നിനക്ക് സംതൃപ്തി ഉണ്ടാവുക? എന്നിട്ട് അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, അയുർദീക അൻ ഉഅ്തിയക ദുനിയാ വമിസ്ലഹാ മഅഹാ, ദുനിയാവും അതുപോലെ ഉള്ളതും നിനക്ക് തന്നാൽ, ദുനിയാവിലെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അതിൻ്റെ ഇരട്ടിയും നിനക്ക് തന്നാൽ നിനക്ക് മതിയാകുമോ? നിനക്ക് തൃപ്തിയാകുമോ? അപ്പോൾ ഇയാൾ വിചാരിച്ചത് അള്ളാഹു ഇയാളെ കളിയാക്കാന്നാണ്. കാരണം ഏറ്റവും അവസാനമാണ് ഇയാൾ സ്വർഗത്തിലേക്ക് വരുന്നത്. അവസാനം സ്വർഗത്തിലേക്ക് എത്തുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളാണ് അയാൾ. അയാളോടാണ് അള്ളാഹു ചോദിക്കുന്നത്, ദുനിയാവും അതുപോലെയുള്ള വേറൊന്നും തന്നാൽ നിനക്ക് തൃപ്തിയാകുമോ? അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റബ്ബി അതസ്തഹ്സിഉ മിന്നി വ അൻത റബ്ബുൽ ആലമീൻ, നീ ലോകങ്ങളുടെ റബ്ബല്ലേ, എന്നിട്ട് നീ എന്നെ കളിയാക്കുകയാണോ? നീ എന്നെ പരിഹസിക്കുകയാണോ? അപ്പോൾ അള്ളാഹു ചിരിച്ചു എന്നാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സഹാബിമാരും ഈ ഭാഗം എത്തുമ്പോൾ ചിരിക്കുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, ഞാൻ നിന്നെ കളിയാക്കുകയല്ല, നിന്നെ പരിഹസിക്കുകയല്ല, വലാകിന്നി അലാ മാ അശാഉ ഖാദിർ, ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കഴിവുള്ളവനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നിനക്ക് തരുമെന്നാണ്. അങ്ങനെ ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. സ്വർഗീയ സുഖങ്ങൾ ആ മനുഷ്യന് അള്ളാഹു കൊടുക്കുമെന്നാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട്, മാ ഉഅ്തിയ അഹദുൻ മിസ്ല മാ ഉഅ്തീതു, എനിക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത് ഈ സ്വർഗത്തിൽ വേറൊരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ടത്, ആരാണിത് പറയുന്നത്? സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി കിട്ടിയ ഒരു മനുഷ്യൻ പറയാണ്, ഈ സ്വർഗത്തിൽ എൻ്റെ അത്ര സുഖങ്ങളും എൻ്റെ അത്ര ആസ്വാദനവുമുള്ള വേറൊരു മനുഷ്യനും ഇല്ല എന്ന്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ആ സ്വർഗമാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അതാണ് നമ്മുടെ കിനാവ്. സ്വർഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നഷ്ടം വേറെ എന്താണുള്ളത്? സ്വർഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നഷ്ടം വേറെ എന്താണ്? അതുകൊണ്ട് ആ സ്വർഗം വെറുതെ കിട്ടൂല. അതിന് നന്നായിട്ട് പണിയെടുക്കണം, ശരിക്കും പരിശ്രമിക്കണം, പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ 3 തവണ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം അള്ളാഹുവിനോട് പറയുന്നാൻ, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹു നീ ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്ക്. 3 തവണ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് തേടിയാൽ സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും. 3 തവണ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിക്കൊണ്ട് നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചാൽ നരകം പറയുന്നതാണ്, അല്ലാഹുമ്മ അജിർഹു മിന്നി, അള്ളാഹുവേ എൻ്റെ അടുത്ത് നിന്ന് ആ മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണം.
അള്ളാഹു സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, അഹ്മദ് ഷൗക്കി എന്ന അറേബ്യൻ കവിക്ക് വളരെ ചിന്തനീയമായ മനോഹരമായ 2 വരികളുണ്ട്. അന്നാസു സിൻഫാനി മൗതാ ഫി ഹയാതിഹിം വആഖറൂന ബിബത്നിൽ അർദി അഹ്യാഹു. മനുഷ്യന്മാർ 2 തരക്കാരാണ്. ഒരു ടീം അവർ ഭൂമിക്ക് മുകളിലാണ്, അവർ ശ്വസിക്കുന്നുണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർ വെള്ളം കുടിക്കുന്നുണ്ട്, അവർ ചലിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഉണരുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവരിങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അതാണ് ഒരു ടീം. രണ്ടാമത്തെ ഒരു ടീം, അവർ ഭൂമിക്ക് മുകളിലില്ല, അവർ ഭൂമിക്കടിയിലാണ്, അവർ അവരുടെ കബറുകളിലാണ്, മണ്ണിനടിയിലാണ്. എന്നാൽ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് നൽകിയ സംഭാവനകളിലൂടെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ മരിച്ചിട്ടുള്ളൂ, അവരുടെ നന്മകൾ മരിച്ചിട്ടില്ല. അവരെ മരിച്ചിട്ടുള്ളൂ, അവരുടെ നല്ല ഓർമ്മകൾ ദ്രവിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഏത് ടീമിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഭൂമിക്കടിയിൽ, എന്നാൽ അവർ ഭൂമിക്കു മുകളിൽ അവരുടെ സംഭാവനകളിലൂടെ, അവർ നൽകിയ സമ്മാനങ്ങളിലൂടെ, നല്ല ഓർമ്മകളിലൂടെ, അവർ ബാക്കിയാക്കിയ നന്മകളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യരെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അവരുടെ ഓർമ്മകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഈമാനിൻ്റെ ഗ്രാഫ് ഉയർത്താൻ ഈ ഒരു കൂടിയിരുത്തത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൺമുമ്പിലുള്ള കുറേ ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കണം, ജീവിതത്തിന് പുതിയ അർത്ഥവും ആഴവും പകരണം. ഇപ്പോൾ നമുക്കൊക്കെ സുപരിചിതമായ ഒരു ചെറിയ പുസ്തകമാണ് ഹിസ്നുൽ മുസ്ലിം, അല്ലേ? അതാരെഴുതിയ ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ആര് ക്രോഡീകരിച്ചതാണ്? ഇമാം അൽ ഖഹ്താനി, സഈദ് ഇബ്നു വഹഫ് അൽ ഖഹ്താനി റഹിമഹുല്ലാഹു തആല ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ഹിസ്നുൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ പരിച. അതിൻ്റെ മലയാളത്തിലുള്ള വിവർത്തനം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ പള്ളികളിലുണ്ട്, നമ്മുടെ ഓഫീസുകളിലുണ്ട്. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്ന പേരിലാണ് ആ പുസ്തകമുള്ളത്. ഇവിടെ 2015 പുറത്തിറങ്ങിയ എഡിഷനിൽ 25 ഭാഷകളിലേക്ക്, അതിൻ്റെ പ്രസാദ കുറിപ്പിൽ വായിച്ചൊരു വരി എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. 25 ഭാഷകളിലേക്ക് ഹിസ്നുൽ മുസ്ലിം എന്ന ഗ്രന്ഥം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 2015 പുറത്തിറങ്ങിയ ഒരു കോപ്പിയിൽ ഞാൻ വായിച്ചതാണ്. ഇന്നതെത്ര ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ 25 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആ ഹിസ്നുൽ മുസ്ലിം വെച്ച് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള മനുഷ്യന്മാർ അള്ളാഹുവിനെ ഓർക്കുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അർത്ഥമറിഞ്ഞും മനസ്സറിഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിനോട് തേടുകയാണ്. അവിടെ ശരിക്ക് ജീവിതം അടയാളപ്പെടുത്തിയത് ആരാണ്? സഈദ് അൽ ഖഹ്താനി റഹിമഹുല്ലാഹു തആല മാത്രാണോ? സഈദ് അൽ ഖഹ്താനി റഹിമഹുല്ലാഹു തആല മാത്രാണോ ആ ഗ്രന്ഥത്തിലൂടെ ജീവിതം അടയാളപ്പെടുത്തിയത്? അദ്ദേഹം മരിച്ചിട്ടുണ്ട്. 2018 ഒക്ടോബർ 1 സഈദ് അൽ ഖഹ്താനി റഹിമഹുല്ലാഹു തആല ഈ ലോകത്തുനിന്ന് വിട വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച വലിയൊരു പണ്ഡിതൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ ഒക്കെ ശിഷ്യനാണ്. 2008 മരിച്ചു. നമ്മളുള്ളത് 2024 4-5 കൊല്ലങ്ങൾ കഴിഞ്ഞു. ബിബത്നിൽ അർദി അഹ്യാഹു, അവർ ഭൂമിക്കടിയിലാണ്, പക്ഷെ അവർ നൽകിയ സംഭാവനകളിലൂടെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 25 ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ ജീവിതം അടയാളപ്പെടുത്തിയവരാണ്. ഇനി ഈ നിത്യജീവിതത്തിലെ പ്രാർത്ഥന എന്നുള്ളത് നമ്മളാരും അങ്ങോട്ട് തേടി ചെന്നതായിരിക്കില്ല, നമ്മളെ ഇങ്ങോട്ട് തേടി വന്നതായിരിക്കാം. അതാരെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ എത്തിച്ചതായിരിക്കാം. അവിടെ ജീവിതം അടയാളപ്പെടുത്തിയത് നമ്മുടെ കയ്യിൽ എത്തിച്ച ആ മനുഷ്യർ കൂടിയാണ്. അത് പ്രിൻ്റ് ചെയ്യാൻ സഹായിച്ചവരുണ്ടാകും, അതിൻ്റെ സാമ്പത്തികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരുണ്ടാകും,
അവരൊക്കെയാണ് ശരിക്കും അവിടെ ജീവിതം അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരിക്കാത്ത ഓർമ്മകൾ ബാക്കിയുണ്ടാകുമോ? നമ്മൾ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ ലോകത്തിന് ഓർക്കാൻ, നമ്മളെ പിന്തുടരുവാൻ, നമ്മളെ പിൻപറ്റുവാൻ സുഹൃതങ്ങൾ നമ്മൾ ബാക്കിയാക്കിയിട്ടുണ്ടോ? മരിക്കാത്ത നന്മകളുടെ പ്രചാരകരാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവർ, ഒരു ഇലയെങ്കിലും പൊഴിക്കുക, ഒരു ഇതളെങ്കിലും പൊഴിക്കുക, ഒരു വിത്തെങ്കിലും വിതക്കുക, ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കുക, ഒരു വഴിയാത്രക്കാരനെങ്കിലും നമ്മൾ തണലാവുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ വലാ ഇൻസാൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു മനുഷ്യൻ, അയാൾ ഒരു മരം നട്ടുപിടിപ്പിച്ചു, അയാൾ കൃഷി ചെയ്തു, ആ കൃഷിയിൽ നിന്ന് പക്ഷികൾ കൊത്തിത്തിന്നു, മനുഷ്യർ അത് ഭക്ഷിച്ചു, അതൊക്കെ ആ മനുഷ്യന് പുണ്യമാണ്, അയാൾക്ക് സ്വതക്കയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. റോഡരികിലും വഴിയരികിലും ഉയർന്ന് തല ഉയർത്തി നിൽക്കുന്ന വലിയ വലിയ വൃക്ഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മാവിൽ നിന്ന് പക്ഷികൾ മാങ്ങ കൊത്തിക്കൊണ്ടുപോകുന്നുണ്ട്, അതിൽ നിന്ന് മനുഷ്യർ ഭക്ഷിക്കുന്നുണ്ട്. അതൊക്കെ ചില മനുഷ്യന്മാർ നട്ടുപിടിപ്പിച്ചതാകാം. മനുഷ്യന്മാർ നട്ടുപിടിപ്പിച്ച മാവും ആ കൂട്ടത്തിലുണ്ടാകും. അവരവരുടെ ജീവിതം അടയാളപ്പെടുത്തിയവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നന്മ ചെയ്യാനുള്ള ഒരു അവസരവും പുണ്യം വാരിക്കൂട്ടാനുള്ള ഒരു ചാൻസും നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ ജൂൺ 5 നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഹദീസ് ഉണ്ട്. ഏതാണ് ആ ഹദീസ്? ജൂൺ 5 കാണുന്ന ഒരു ഹദീസ്. എന്താ ജൂൺ 5 പ്രത്യേകത എന്താണ്? നമ്മുടെ നാട്ടിൽ പ്രകൃതി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് വ്യാപകമായിട്ട് പല ആളുകളും ഷെയർ ചെയ്യുന്ന ഒരു ഹദീസാണ്, ഇൻഖാമത്ത് അസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയത്ത് വഫീ യദി അഹദികും ഫസീല, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചെറിയ വൃക്ഷത്തൈ ഉണ്ടെങ്കിൽ, ഒരു ചെറിയ ഈത്തപ്പന മരത്തിൻ്റെ തൈയുണ്ടെങ്കിൽ, നിങ്ങൾക്കത് നട്ടുപിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് നട്ടുപിടിപ്പിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത എത്രയാണ്, അതിൻ്റെ ഭയാനകത എത്രയാണ്. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു വൃക്ഷത്തൈ ഉണ്ടെങ്കിൽ ആ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കത് നട്ടുപിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് നട്ടുപിടിപ്പിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നന്മ ചെയ്യാനുള്ള ഓരോ അവസരവും നമ്മുടെ ജീവിതം അടയാളപ്പെടുത്താനുള്ള അവസരമാണ്. ആ അവസരങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു അഭിപ്രായമായിരിക്കും നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുക. നമ്മൾ ആരോടെങ്കിലും പങ്കുവച്ച ഒരു ആശയമായിരിക്കും നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുക. നമ്മൾ എഴുതിയ ഒരു വരിയായിരിക്കും നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുക. നമ്മൾ നൽകിയ ഒരു ഉപദേശമായിരിക്കും നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിന് നൽകിയ ഏറ്റവും അമൂല്യമായ സംഭാവനകളിൽ ഒന്ന് എണ്ണിപ്പറയാൻ പറഞ്ഞാൽ, അധികമൊന്നും ചിന്തിക്കാതെ, ഒട്ടും ആലോചിക്കാതെ നമുക്ക് പറയാൻ പറ്റിയൊരു മറുപടിയാണ് മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീർ എന്നത്. ഒരു പുരുഷായുസിൻ്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചിട്ടാണ് മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹു തആല ആ തഫ്സീറിൻ്റെ പണികൾ പൂർത്തിയാക്കുന്നത്. 960കളിലാണ് മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹു തആല ആ തഫ്സീറിൻ്റെ പണി തുടങ്ങുന്നത്. 1985 ആ തഫ്സീറിൻ്റെ അവസാനത്തെ വാള്യവും പ്രിൻ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട നീണ്ട 25 വർഷങ്ങൾ, ആ വർഷങ്ങൾക്കിടയിൽ ആ മനുഷ്യൻ്റെ ത്യാഗം, ആ മനുഷ്യൻ്റെ പ്രയത്നം,
ആ മനുഷ്യൻ്റെ പ്രയത്നങ്ങളും പരിശ്രമങ്ങളും എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. 1959 KM മൗലവി റഹിമഹുല്ലാഹു തആലക്ക് കിട്ടുന്ന ഒരു കത്താണ് അമാനി മൗലവി റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീറിൻ്റെ തുടക്കം. 1959 KM മൗലവി റഹിമഹുല്ലാഹു തആലക്ക് കിട്ടുന്ന ഒരു കത്ത്. കാരണം ആ കാലം എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല, ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് നാട്ടിൽ പൗരോഹിത്യം പ്രചരിപ്പിച്ചിരുന്നൊരു കാലമാണ്. അന്ന് മുസ്ലിങ്ങൾക്ക് ഖുർആനിൻ്റെ ആശയം പഠിക്കാനും ഖുർആനിൻ്റെ അർത്ഥം അറിയാനുമുള്ള ഒരു സംവിധാനം വേണം, ഒരു വ്യാഖ്യാന ഗ്രന്ഥം വേണമെന്നത് KM മൗലവി റഹിമഹുല്ലാഹു തആലയുടെ ചിരകാല അഭിലാഷമാണ്. അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ദാഹമായിരുന്നു. 1959 ഒലവക്കോടുള്ള KP മുഹമ്മദ് സാഹിബ് അദ്ദേഹം KM മൗലവിക്ക് ഒരു കത്തെഴുതാൻ, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഖുർആനിൻ്റെ ആശയം പഠിക്കാൻ കഴിയുന്ന ഒരു വ്യാഖ്യാന ഗ്രന്ഥം നിങ്ങൾ തയ്യാറാക്കി തരണം, അതിനാവശ്യമായ അതിൻ്റെ പ്രിൻറ്റിങ്ങിന് ആവശ്യമായ സാമ്പത്തിക ചിലവുകൾ ഞാൻ വഹിച്ചു കൊള്ളാമെന്നാണ്. ആ കത്ത് കിട്ടിയപ്പോൾ KM മൗലവിക്ക് അതിയായ സന്തോഷമുണ്ടായി. അന്ന് KM മൗലവി റഹിമഹുല്ലാഹു തആലക്ക് 73 വയസ്സാണ് പ്രായം. ഒറ്റയ്ക്കിരുന്ന് ഒരു തഫ്സീർ എഴുതാൻ ഉള്ള സമയത്തായിരുന്നില്ല KM മൗലവി റഹിമഹുല്ലാഹു തആല ഉണ്ടായിരുന്നത്. അമാനി മൗലവി റഹിമഹുല്ലാഹു തആല തിരൂരങ്ങാടി യത്തീങ്ങാനയിലെ അധ്യാപകനാണ്. അങ്ങനെ അമാനി മൗലവി റഹിമഹുല്ലാഹു തആലയുമായിട്ട് KM മൗലവി റഹിമഹുല്ലാഹു തആല കൂടിയാലോചിച്ചു. 1960 അമാനി മൗലവി റഹിമഹുല്ലാഹു തആല തഫ്സീറിൻ്റെ പണി തുടങ്ങി. അമാനി മൗലവി റഹിമഹുല്ലാഹു തആലയുടെ കൂടെ PK മൂസ മൗലവി ഉണ്ടായിരുന്നു, അലവി മൗലവിയും ഉണ്ടായിരുന്നു. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ തഫ്സീർ എഴുതുന്നത്. ഒന്ന് സൂറത്തുൽ കഹ്ഫ് മുതൽ സൂറത്തുൽ നാസ് വരെ, അതാണ് ആദ്യഘട്ടം. 6 വാള്യങ്ങളായിട്ടാണ് ആദ്യഘട്ടം പൂർത്തിയാക്കുന്നത്. അന്ന് 3 ആളുകളുണ്ട്, PK മൂസ മൗലവി, അലവി മൗലവി, അമാനി മൗലവി റഹിമഹുല്ലാ. അങ്ങനെ ഇവർ കൂടിയിരിക്കും. അത് റഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ. അന്ന് റഫറൻസിന് വേണ്ടിയിട്ട് പള്ളികളിലുള്ള ഗ്രന്ഥശേഖരണങ്ങൾ നോക്കണം, ഏതെങ്കിലുമൊക്കെ ലൈബ്രറിയിലേക്ക് ചെല്ലണം, അവിടെ നിന്നൊക്കെ എഴുതിയെടുക്കണം. പിന്നെ വ്യക്തികളുടെ കയ്യിലുള്ള അപൂർവമായ ഗ്രന്ഥങ്ങൾ അതിൽ നിന്ന് പകർത്തി എഴുതണം. എന്നിട്ട് ഇവർ കൂടിയിരുന്ന് ഇത് തീരുമാനാക്കും. KM മൗലവി റഹിമഹുല്ലാഹു തആല ഇത് വായിച്ച് ആഡ് ചെയ്യാനുള്ളതും എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ആദ്യത്തെ 6 ഭാഗങ്ങൾ, സൂറത്തുൽ കഹ്ഫ് മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഭാഗങ്ങൾ പൂർത്തിയാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഘട്ടം സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ഇസ്രാ വരെയാണ്. അത് അമാനി മൗലവി റഹിമഹുല്ലാഹു തആല ഒറ്റക്കാണ് പൂർത്തിയാക്കുന്നത്. PK മൂസ മൗലവി അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. അലവി മൗലവി അള്ളാഹുലേക്ക് മടങ്ങി. അങ്ങനെ അമാനി മൗലവി റഹിമഹുല്ലാഹു തആല വാണിയമ്പലത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലും പീഡിക മുറിയിലൊക്കെ ഇരുന്ന് അരണ്ട വെളിച്ചത്തിൽ തഫ്സീർ എഴുതുകയാണ്. ആ തഫ്സീർ പരിശോധിച്ചത് KP മുഹമ്മദ് മൗലവിയാണ്. ആ തഫ്സീറിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി വളവന്നൂരുള്ള KP മൗലവിയുടെ വീട്ടിലേക്ക് അമാനി മൗലവി റഹിമഹുല്ലാഹു തആല വരും. ചില സമയത്ത് KP അമാനി മൗലവിയുടെ വീട്ടിൽ വന്നിട്ട് താമസിക്കും. അങ്ങനെ നീണ്ട വർഷങ്ങളുടെ പരിശ്രമവും പ്രയത്നവുമാണ് അമാനി മൗലവി റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ, ആമുഖത്തിൽ അമാനി മൗലവി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നവർ 2 കൂട്ടരാണ്. ഒന്ന് വീണ്ടും 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 ആവർത്തിച്ച് പഠിക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നവരാണ്. രണ്ടാമത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ അവർ വെറുതെ ഓതിപ്പോകുന്നവരാണ്. ഇതിലാദ്യം പറഞ്ഞ ആളുകൾക്ക് പഠിക്കാൻ ഉതകുന്ന വിധത്തിലാണ് ഞങ്ങൾ ഈ തഫ്സീർ എഴുതുന്നത് എന്ന് അമാനി മൗലവി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. തഫ്സീർ ഇബ്നു ജരീർ അത്തൊബരി, തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ റാസി, ഇങ്ങനെ 14 തഫ്സീറുകൾ അവലംബിച്ചിട്ടാണ് മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹു തആലയുടെ ആ ഗ്രന്ഥം പൂർത്തിയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്ക് അടയാളപ്പെടുത്തുകയല്ലേ ചെയ്തത്. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹു തആല എന്ന മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മൾ കാണുന്ന 8 വാള്യങ്ങളുള്ള തഫ്സീർ, 8 വാള്യങ്ങളുള്ള ആ പരിഭാഷ. ഇന്ന് നമുക്ക് വെറുതെ ഗൂഗിളിൽ ഒരു ഹദീസിൻ്റെ തലയും വാലും അടിച്ചു കൊടുത്താൽ
തല മാത്രം അടിച്ചു കൊടുത്താൽ മതി. ആ ഹദീസിൻ്റെ ഷർഹടക്കം അത് ഏത് ഗ്രന്ഥത്തിലാണുള്ളത്, ഏത് വാള്യത്തിലാണുള്ളത്, അതിൻ്റെ വരിയടക്കം, അതിൻ്റെ ടെക്സ്റ്റ് നമ്മുടെ മുമ്പിൽ വരും. അമാനി മൗലവി റഹിമഹുല്ലാഹു തആല 1960കളിലും 70കളിലും 80കളിലും ഈ ഗ്രന്ഥം എഴുതുമ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. ആ മനുഷ്യൻ്റെ പുരുഷായുസിൻ്റെ ഒരു 1/4 നൂറ്റാണ്ട് കാലം ഈ തഫ്സീറിന് വേണ്ടിയിട്ടാണ്. അവരൊന്നും വെറുതെ അല്ല ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോയത്, മടങ്ങിപ്പോയത്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്താണ് ബാക്കി ഉണ്ടാവുക എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നന്മയുടെ വിത്ത് പാകാൻ നമ്മൾ ആരെയും കാത്തിരിക്കരുത്. കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കിട്ടിയ സമയവും ആയുസ്സും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നല്ല ഇഖ്ലാസുള്ളൊരു മനസ്സ് വേണം, ഉറച്ച തീരുമാനം വേണം, കുറച്ചൊക്കെ ത്യാഗം സഹിക്കാനുള്ള സന്നദ്ധത നമ്മൾ കാണിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സഹോദരൻ ഈ മയ്യിത്തുമായി ബന്ധപ്പെട്ടുള്ള കുറേ അനാചാരങ്ങൾ നാട്ടിൽ വ്യാപകമായി നടക്കുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അദ്ദേഹം ആലോചിക്കുകയാണ്, എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക, ഈ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളോട് എനിക്കെങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുക. അങ്ങനെ ആ മനുഷ്യൻ തീരുമാനിക്കുകയാണ്, നമ്മുടെ പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ നിന്നും മയ്യിത്തുമായി ബന്ധപ്പെട്ട്, മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നടക്കുന്ന വിദഅത്തുകളും സുന്നത്തുകളൊക്കെ അദ്ദേഹം ക്രോഡീകരിച്ചു. ഒരു 5-6 പേജുള്ള ഒരു ലേഖനമാക്കി മാറ്റി. ഒന്നുമില്ല, പലരും എഴുതിയ ഗ്രന്ഥങ്ങളിലെ വരികൾ അടർത്തിയെടുത്ത് അതിൻ്റെ പ്രാമാണികമായൊരു പഠനം, ഇത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തത് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഒരു 5-6 പേജുകളുള്ള ഒരു ചെറിയ ലേഖനമാക്കി അദ്ദേഹം നാട്ടിൽ വിതരണം ചെയ്യാൻ തീരുമാനിക്കാൻ. ഇത് നമുക്ക് കഴിയുന്ന കാര്യമാണ്. ആ മനുഷ്യൻ അറബി കോളേജിൽ പോയിട്ടില്ല, അയാൾ ഉസൂൽ ഫിഖ് പഠിച്ചിട്ടില്ല, ഉസൂൽ ഹദീസ് പഠിച്ചിട്ടില്ല, ഉസൂൽ തഫ്സീർ പഠിച്ചിട്ടില്ല, 5, 6, 7 കൊല്ലം കിതാബ് ഓതിയൊരു മനുഷ്യനല്ല. പക്ഷെ എൻ്റെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയും ആത്മാർത്ഥമായ ഒരു തീരുമാനവും റിസ്ക് എടുക്കാനുള്ളൊരു സന്നദ്ധതയും ഉണ്ടായപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു ലേഖനം പറന്നു. നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശരിക്കും നമ്മൾ ആലോചിക്കുക. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നിങ്ങളൊരു തെറ്റ് കണ്ടാൽ അത് നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ തിരുത്തുക. നിങ്ങൾക്ക് കൈകൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി. ഇനി കൈകൊണ്ട് തിരുത്താൻ കഴിയില്ല എങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് തിരുത്തുക. അതിനും പറ്റൂല എങ്കിൽ ഫബി ഖൽബിഹി, നിങ്ങളുടെ ഹൃദയം കൊണ്ടെങ്കിലും നിങ്ങളത് ഓർക്കുക. ദാലിക അദ്അഫുൽ ഈമാൻ. അതാണ് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ആലോചിക്കുക, ഈ 5-6 പേജുകളുള്ള ഒരു ലേഖനം കൊണ്ട് എന്താണ് നാട്ടിൽ സംഭവിക്കുക എന്നാണ്. മാറ്റം ഉണ്ടാകും. ഹൃദയങ്ങൾക്ക് ചലനമുണ്ടാക്കുന്നവൻ അള്ളാഹു അല്ലേ. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മളെ ഫൈസൽ മൗലവിയെ നമുക്ക് സമ്മാനിച്ചത് ഒരു ലഘുലേഖയാണ്. മൗലവിയുടെ മാറ്റത്തിൻ്റെ തുടക്കം ഒരു ലഘുലേഖയിൽ നിന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു ജാലകത്തിന് പോയ സമയത്ത് അവരെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ പരിചയപ്പെടുന്ന സമയത്ത് അവന് പറഞ്ഞു, ഞാനൊരു സമസ്തക്കാരനായിരുന്നു, അവിടെ നിന്ന് മാറി വന്നതാണ്. അപ്പോൾ ഈ സമസ്തക്കാരിൽ നിന്നും വേറെ വിഭാഗങ്ങളിൽ നിന്നൊക്കെ മാറി വന്ന ആളുകളെ കാണുമ്പോൾ ഞാനൊരു കൗതുകത്തിന് ചോദിക്കാറുണ്ട്, എന്താണ് മാറ്റത്തിനുള്ള കാരണം, മാറ്റത്തിനുള്ള പ്രചോദനം എന്തായിരുന്നു? അവൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അവൻ്റെ കയ്യിൽ കിട്ടിയൊരു ലഘുലേഖയാണ്. അവൻ്റെ കയ്യിൽ കിട്ടിയൊരു ലഘുലേഖ, അതിലെഴുതിയ ആയത്തുകൾ, അതിലെഴുതിയ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതെൻ്റെ മനസ്സിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആ ലഘുലേഖ വായിച്ചു. ആ ലഘുലേഖ എവിടെ നിന്നാണ് കിട്ടുക എന്ന് ഞാൻ അന്വേഷിച്ചു. സമസ്തക്കാർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു മഹല്ലിലാണ് ഞാനുള്ളത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ആ ലഘുലേഖ തേടി ഇറങ്ങി. ഒരു ലഘുലേഖയുടെ ഒരു കെട്ട് എനിക്ക് കിട്ടി. ഞാൻ ബസ് സ്റ്റാൻഡുകളിലും അങ്ങാടികളിലും ചെന്നിട്ട് വിതരണം ചെയ്തു. ഞാൻ അവിടുന്ന് അവൻ്റെ മഹല്ല് അവനെ ഒറ്റപ്പെടുത്തി. നാട്ടിൽ നിന്ന് ഭീഷണികളുണ്ടായി. പക്ഷെ അവൻ തൗഹീദിൻ്റെ മധുരം അറിഞ്ഞിരുന്നു, ഈമാനിൻ്റെ മധുരം അറിഞ്ഞിരുന്നു. അവിടുന്ന് ജീവിതത്തിൻ്റെ ഒരു മാറ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവിടെ ശരിക്കും ജീവിതം അടയാളപ്പെടുത്തിയത് ആരാണ്? ആ ലഘുലേഖ എഴുതിയ മനുഷ്യനല്ലേ. ആ ലഘുലേഖ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിലെത്തിച്ച ആ കുട്ടി,
അവനും അവൻ്റെ ജീവിതം അവിടെ അടയാളപ്പെടുത്തുകയാണ്. അങ്ങനത്തെ നല്ല അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു ഓൺലൈൻ അക്കാഡമിക്ക് വേണ്ടിയിട്ട് ഷർഹു ഹാഹിയ എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹു തആലയുടെ അഖീദയിലുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ ചില ഷർഹുകൾ പരിശോധിച്ചു. 3 ആളുകൾ ഷർഹ് നോക്കി. ഒന്ന് സാലിഹ് അൽ ഫൗസാൻ, അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ല, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല. ഇവിടെ 3 ആളുകളുടെയും ഷർഹ് നോക്കിയിട്ടാണ് നോട്ട്സ് തയ്യാറാക്കുന്നത്. അതിൽ കൗതുകം തോന്നിയൊരു കാര്യം, ഈ 3 ഷർഹും 100ഉം 200ഉം പേജുകളുള്ള ഈ ഗ്രന്ഥങ്ങൾ ഒന്നും ഈ ഷെയ്ഖുമാർ അവരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ കൈകൾ കൊണ്ട് രചിച്ചതല്ല, അവരെഴുതി ഉണ്ടാക്കിയതല്ല. അത് അവരെടുത്ത ദർസുകളാണ്. അവർ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദർസുകൾ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. അത് പിന്നീട് ശിഷ്യന്മാർ പകർത്തി എഴുതി, അവർ പ്രിൻ്റ് ചെയ്തു, അത് പുസ്തകമാക്കി, അത് ഷെയ്ഖുമാർക്ക് കാണിച്ചു കൊടുത്തു, അവർ എഡിറ്റിംഗ് നടത്തി, അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്തു. സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ആ മനുഷ്യന്മാരുടെ ഗ്രന്ഥങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കാൻ ഇത് നമുക്കും പറ്റൂലേ? നമ്മൾ അറബി കോളേജ് പോയിട്ടില്ല, നമ്മൾ 5-6 കൊല്ലം കിതാബുകൾ ഓതിയിട്ടില്ല, നമ്മൾ ഉസൂൽ ഫിഖ് പഠിച്ചിട്ടില്ല, നമ്മൾ ഉസൂൽ ഹദീസ് പഠിച്ചിട്ടില്ല, ഉസൂൽ തഫ്സീർ പഠിച്ചിട്ടില്ല. വേണ്ട, ഇതൊക്കെ പഠിച്ച പണ്ഡിതന്മാരുടെ ദർസുകൾ മലയാളത്തിലില്ലേ? അബ്ദുൽ ജബ്ബാർ മദീനിയുടെ ദർസുകളില്ലേ? ഹുസൈൻ സൽഫിയുടെ പ്രഭാഷണങ്ങളില്ലേ? സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ പ്രഭാഷണങ്ങളില്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു പ്രഭാഷണം കേട്ട് അതൊന്ന് പകർത്തി എഴുതി അത് അവർക്ക് തന്നെ എഡിറ്റ് ചെയ്യാൻ കൊടുത്ത് അത് ഒരു പുസ്തകമാക്കിയിട്ടൊക്കെ പുറത്തിറങ്ങുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ കിനാബുകൾ കാണണം, നമ്മൾ സ്വപ്നങ്ങൾ കാണണം, നമ്മൾ റിസ്ക് എടുക്കാൻ സന്നദ്ധരാകണം. നമുക്ക് പലതും ചെയ്യാൻ കഴിയും, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ നാട്ടിൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് എഴുതാനുള്ള കാരണം ഉസ്താദിൻ്റെ ഒരു ചോദ്യമാണ്. ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് പറക്കുന്നത്. ശിഷ്യന്മാരൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇസ്ഹാഖ് ബിൻ റാഹവൈ റഹിമഹുല്ലാഹു തആല ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ആരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ മാത്രം ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രന്ഥം ക്രോഡീകരിക്കുക? ആ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇമാം ബുഖാരിയെ പിടിച്ചു കുലുക്കുകയാണ്. അത് ഞാൻ തയ്യാറാക്കും. 16 വർഷങ്ങൾ നീണ്ട പ്രയത്നം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല ബുഖാറയിൽ നിന്ന് തുടങ്ങിയ യാത്ര തിരിച്ചു ബുഖാറയിലെത്തുമ്പോൾ ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല പിന്നിട്ട ദൂരം 14,000 കിലോമീറ്ററാണ്. 14,000 കിലോമീറ്റർ. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നടന്നും ഒട്ടകപ്പുറത്തുമായിട്ട് പിന്നിട്ടത് 14,000 കിലോമീറ്റർ. നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തേടി ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല യാത്ര ചെയ്തു. 16 വർഷങ്ങളുടെ പ്രയത്നമാണ് സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരി പറക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഉസ്താദിൻ്റെ ഒരു ചോദ്യമാണ്. നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു പ്രോത്സാഹനമാകും നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തുക. അവിടെ ഇമാം ബുഖാരി മാത്രമല്ല ജീവിതം അടയാളപ്പെടുത്തുന്നത്, ഇസ്ഹാഖ് ബിൻ റാഹവൈ റഹിമഹുല്ലാഹു തആല കൂടിയാണ്. ഒരു വിദ്യാർത്ഥി ഓരോരു പേപ്പറിൽ കുത്തിക്കുറിച്ചിട്ട് അത് അധ്യാപകന് കാണിച്ചു കൊടുത്തു. ആ പേപ്പറിലെ കയ്യക്ഷരങ്ങൾ നോക്കി അധ്യാപകൻ പറഞ്ഞു, ഖത്തുക ഹാദാ യുഷ്ബിഹു ഖത്തൽ മുഹദ്ദിസീൻ, നീ എഴുതിയ വരികൾ, നിന്റെ കയ്യക്ഷരം അത് മുഹദ്ദിസീങ്ങളുടെ കയ്യക്ഷരം പോലെയുണ്ടല്ലോ. ഞാൻ പ്രിയപ്പെട്ടവരെ, ആ വിദ്യാർത്ഥി ആ അധ്യാപകൻ്റെ വാക്കുകൾ കേട്ടത് അവൻ്റെ കാതുകൾ കൊണ്ട് മാത്രമായിരുന്നില്ല, അവൻ്റെ ഹൃദയം കൊണ്ടുകൂടിയായിരുന്നു. ആ ഒരു വാക്കാണ് ലോകത്തിന് ശംസുദ്ദീൻ അസ്സഹബി റഹിമഹുല്ലാഹു തആല എന്ന മുഹദ്ദിസിനെ സമ്മാനിക്കുന്നത്, ഒരു ചരിത്രകാരനെ സമ്മാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയൊരു പ്രോത്സാഹനം മതിയാകും, ചെറിയൊരു വാക്ക് മതിയാകും നമ്മുടെ ജീവിതം അടയാളപ്പെടുത്താൻ. ഇപ്പോൾ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക, എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല കാര്യം, ജീവിക്കുന്ന കാലം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് 30കളിലാണ്, 40 തികഞ്ഞിട്ടില്ല. 40 തികയാത്തൊരു മനുഷ്യൻ മരിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഹ്തസ്സൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദ്.
സഅദ് ഇബ്നു മുആദിന്റെ മരണവാർത്ത കേട്ട് അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിയിരിക്കുന്നു. വലിയ പ്രായമുള്ള തലമുടി നരച്ച തൊലി ചുക്കിച്ചുളിഞ്ഞ വയോധികനായ വലിയൊരു മനുഷ്യനല്ല സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. യുവാവാണ്, ചെറുപ്പക്കാരനാണ്. 40കളിൽ എത്തുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ജീവിച്ച കാലത്തിന് അർത്ഥമുണ്ടായിരുന്നു, ജീവിതത്തിന് ആശയങ്ങൾ ഉണ്ടായിരുന്നു, ജീവിതത്തിന് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്നു. അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങി എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഗതിയാണോ? എല്ലാ ദിവസവും ആയത്തുൽ കുർസി നമ്മൾ 8 തവണ ഓതുന്നുണ്ട്. ആ ആയത്തുൽ കുർസിയിൽ എന്താ നമ്മൾ പറയുന്നത്? വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ കുർസി അത് ആകാശഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. ആ കുർസി അർശിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിപ്പമുണ്ടെന്ന് അറിയോ? ഒരു പരന്ന് കിടക്കുന്ന മരുഭൂമിയിൽ തരിശായൊരു ഇടത്ത് ഒരു ചെറിയ വളയമിട്ടാൽ ആ വളയമാണ് അള്ളാഹുവിൻ്റെ കുർസി. ആ പരന്ന് കിടക്കുന്ന മരുഭൂമിയാണ്, തരിശുഭൂമിയാണ് അള്ളാഹുവിൻ്റെ അർശ്. സുബ്ഹാനല്ലാഹ്. ആ കുർസീൻ്റെ വലുപ്പമാണ് ആകാശഭൂമികളെ ഉൾക്കൊള്ളാൻ ഉള്ള വലുപ്പം. ആ കുർസി അർശിനെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിലുള്ള ഒരു ചെറിയ വളയത്തിൻ്റെ വലുപ്പമാണ്. അർശ് വഹിക്കുന്ന ഒരു മലക്കിനെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉദിനലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി തആല മിൻ ഹമലത്തിൽ അർശ്. അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന ഒരു മലക്കിനെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട്. എന്നിട്ട് സഅദ് ഇബ്നു മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? മസീറത്തു 700 ആം, 700 വർഷം സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട് ഈ ചെവിക്കുറ്റി മുതൽ ഈ ഷോൾഡർ വരെ. ഈ ചെവിക്കുറ്റി മുതൽ ഈ ഷോൾഡർ വരെ ആ മലക്കിൻ്റെ വലുപ്പം ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ മലക്ക് വഹിക്കുന്ന അർശിനെ പറ്റി ആലോചിച്ച് നോക്കുക. ആ അർശാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവാർത്ത കേട്ടിട്ട് കുലുങ്ങി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവർ ജീവിതം അടയാളപ്പെടുത്തിയവരാണ്. ഇമാം നവവി റഹിമഹുല്ലാഹു തആല മരിക്കുന്നത് ഹിജ്റ 676-ലാണ്. ഒരുപാട് കാലം ജീവിച്ച വയോധികനായ ഒരു വലിയ പണ്ഡിതനല്ല ഇമാം നവവി റഹിമഹുല്ലാഹു തആല. ചെറുപ്പക്കാരനായിരുന്നു. 44 വയസ്സിലാണ് ഇമാം നവവി റഹിമഹുല്ലാഹു തആല ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത്. ആ 44 വർഷത്തിനിടക്ക് ഇമാം നവവി റഹിമഹുല്ലാഹു തആല രചിച്ച ഗ്രന്ഥങ്ങൾ ഒരു മനുഷ്യൻ അയാളുടെ പുരുഷായുസ് കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയുന്നതിനപ്പുറം. എന്തുകൊണ്ടായിരുന്നു? 676-ൽ ജീവിച്ചൊരു മനുഷ്യൻ്റെ ഗ്രന്ഥം ഹിജ്റ 1445-ലും നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. നമ്മളെ പീസ് റേഡിയോയിൽ നമ്മൾ കേൾക്കുന്ന റിയാദുസ് സാലിഹീൻ അത് ഇമാം നവവി റഹിമഹുല്ലാഹു തആലയുടെ ഗ്രന്ഥാണ്. ബിബത്നിൽ അർളി അഹ്യാഹു, അവർ മണ്ണിനടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നൽകിയ സംഭാവനകൾ ദ്രവിച്ചിട്ടില്ല, നശിച്ചിട്ടില്ല. അങ്ങനത്തെ നല്ല അടയാളങ്ങൾ ബാക്കിയാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് നമ്മൾ ശരിക്ക് ചിന്തിക്കുക. കൃത്യമായൊരു പ്ലാനിങ് നമുക്ക് വേണം. നല്ല പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം നമ്മൾ എത്ര സമയം കിടന്നുറങ്ങുന്നുണ്ട്? എത്ര മണിക്കൂറുകൾ നമ്മൾ ഉറങ്ങുന്നുണ്ട്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ പറയുന്നുണ്ട്. ഇന്നലി ലം അഅരിഫിൻ നൗമ ഫീ ഹയാതി ബഅദൽ ഫജ്ർ. ഫജ്റിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉറങ്ങുക എന്നുള്ളൊരു പരിപാടി എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ ഉമ്മത്തിന് ബറക്കത്ത് നൽകപ്പെട്ട സമയമാണ് ഫജ്റിന് ശേഷമുള്ള സമയം. നമ്മൾ സുബഹിസ്കാരം കഴിഞ്ഞാൽ ഒരു ഉറക്കാണ്. ആ ഉറക്കം 8 മണി 9 മണി വരെയൊക്കെ ഉണ്ട് കിടന്നുറങ്ങും. പ്രത്യേകിച്ച് ഓഫീസും ജോലിയൊന്നും ഇല്ലാത്ത ദിവസമാണ്, ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ അതിലും നീണ്ടുപോകും. എത്ര മണിക്കൂറുകളാണ് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ 80കൾ കഴിഞ്ഞതിന് ശേഷം ഫജ്റിന് ശേഷം ദർസ് നടത്താൻ രാവിലെ 9 മണി വരെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദർസുകളാണ്. 8 കിതാബുകൾ അവലംബിച്ചിട്ടുള്ള പഠനങ്ങൾ നടക്കുകയാണ് അവിടെ. 100 കണക്കിന് വിദ്യാർത്ഥികൾ ആ ദർസിൽ പങ്കെടുക്കുകയാണ്. 90കളിലുള്ളൊരു മനുഷ്യൻ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സമയം എങ്ങനെ ചെലവഴിക്കണം എന്നതിന് ഒരു പ്ലാന് വേണം. നല്ലൊരു തീരുമാനമുണ്ടാക്കാൻ
നമുക്ക് കഴിയണം. നമുക്കിപ്പോഴും ജീവിതത്തിൻ്റെയും ആയുസ്സിൻ്റെയും സമയത്തിൻ്റെയും വില ബോധ്യപ്പെട്ടിട്ടില്ല. അത് ബോധ്യപ്പെടുന്നൊരു സമയം വരാനുണ്ട്. അതെപ്പോഴാണെന്നറിയോ? നമ്മൾ നമ്മുടെ മരണത്തിൻ്റെ വിരിപ്പിൽ കിടക്കുന്ന സമയമാണ്. വർഷങ്ങളോളം പാലിയേറ്റീവ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഡോക്ടറുടെ സംസാരം ഈ അടുത്ത് കേട്ടു. യൂട്യൂബിൽ ലഭ്യമാണ്. 10-15 മിനിറ്റുള്ള ഒരു സംസാരം. നമ്മുടെ പ്രൊഫൈസിൽ അദ്ദേഹം നടത്തിയൊരു സംസാരമാണത്. നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ ആ സംസാരത്തിൽ അദ്ദേഹം പറയുന്നത്, ഒരുപാട് നൂറുകണക്കിന് മനുഷ്യരുടെ മരണം മുന്നിൽ കണ്ട ഒരാളാണ് അദ്ദേഹം. നൂറുകണക്കിന് മനുഷ്യരുടെ മരണത്തിന് സാക്ഷിയായ ഒരാൾ. ആ മരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന 2 പാഠങ്ങൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്. ഒന്ന്, മരണത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ഒരാൾക്കും കഴിയൂല. എല്ലാവരും മരണത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. രണ്ടാമത്തൊരു പാഠം എന്താണെന്നറിയോ? മരണം നമ്മളെ പലതും പഠിപ്പിക്കും. എങ്ങനെ ജീവിച്ച് നടന്ന മനുഷ്യനാണ് എങ്കിലും അവസാനം കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, മരിക്കുമെന്ന് ഉറപ്പിച്ച് കിടക്കുന്ന, മരണത്തെ മുന്നിൽ കണ്ട് കിടക്കുന്ന കുറച്ച് ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്നൊരു അസ്വസ്ഥതയുണ്ട്. നൂറുകണക്കിന് മനുഷ്യരുടെ മരണം കൺമുമ്പിൽ കണ്ട് അതിന് സാക്ഷിയായൊരു ഡോക്ടറുടെ സാക്ഷ്യമാണത്. ആത്മീയമായി കൊണ്ട് തന്നെ ആ മനുഷ്യർ വിലപിക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. ഇദ്ദേഹം എഴുതി വാങ്ങാറുണ്ട്. രോഗികളുടെ അടുക്കൽ നിന്ന് സംസാരിക്കാൻ കഴിയാത്തവരോട് ചോദിക്കും. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത്, വർഷങ്ങളോളം പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ, അയാൾ മരിക്കാൻ കിടക്കുന്ന രോഗികളിൽ നിന്ന് അവസാനം എഴുതി വാങ്ങിയ കുറിപ്പുകൾ, ആ കുറിപ്പുകളിൽ ആ രോഗികൾ എഴുതിയ ചില ചിന്തകൾ കുറച്ചും കൂടിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ജീവിക്കാമായിരുന്നു. ദുനിയാവിൻ്റെ പിന്നാലെ വല്ലാതൊന്നും ഓടേണ്ടിയിരുന്നില്ല. പല പിണക്കങ്ങളും തമ്മിൽ തല്ലലും ഒഴിവാക്കാമായിരുന്നു. കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാമായിരുന്നു എന്നൊക്കെയാണ്. പ്രിയപ്പെട്ടവർ, അത് അവസാന നിമിഷങ്ങളിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് കൊണ്ട് കാര്യമില്ല. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. മരണം മുമ്പിലെത്തുന്ന സമയത്ത് മനുഷ്യൻ പറയുന്നതാണ്, അല്ലാഹു ഒന്ന് മടക്കി തരണം. ലഅല്ലി അഅമലു സാലിഹാ ഫീമാ തറക്തു. ഞാൻ ഒഴിവാക്കിയ നന്മകൾ ഞാൻ ചെയ്തു കൊള്ളാം. പക്ഷെ അതൊരു വെറും വർത്താനാണ്. അങ്ങനത്തെ ഒരു മടക്കം മനുഷ്യനില്ല. അപ്പോൾ ആ വിലാപം നമ്മുടെ വിലാപമാകാതിരിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ പണിയെടുക്കുക, പരിശ്രമിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുക എന്നതാണ്. എത്ര പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹു തആലയെ കേൾക്കാത്തവരാരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ല. ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയതമക്കും മക്കൾക്കും കൂട്ടുകാർക്കും എഴുതിയ 3 പേജുകളുള്ള ഒരു വസിയ്യത്തുണ്ട്. ആ വസിയ്യത്തിൽ ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല പറഞ്ഞ ചില സംഗതികൾ, ഒന്ന്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ മരണവാർത്ത കേട്ട് ആർത്ത് കരയാൻ പാടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കാരുണ്യം ചോദിക്കുക. എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് എൻ്റെ അയൽവാസിയും സുഹൃത്തുമായ അബു അബ്ദില്ലയാണ്. പിന്നെ അദ്ദേഹം സഹായത്തിന് വിളിക്കുന്ന ആളുകളുമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണവാർത്ത നാട്ടിലില്ലാത്ത എൻ്റെ അടുത്ത ബന്ധുക്കളെ നിങ്ങൾ അറിയിക്കേണ്ടതില്ല. അത് പിന്നീട് സാവകാശം അറിയിച്ചാൽ മതി. ഇപ്പോൾ തന്നെ അറിയിച്ചാൽ അത് എൻ്റെ ജിനാസ വൈകാനുള്ള കാരണമായിരിക്കും. അസ്രിഉ ബിൽ ജിനാസ, നിങ്ങൾ ജിനാസയുടെ കാര്യത്തിൽ ധൃതി കാണിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യിത്ത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. എൻ്റെ മയ്യിത്ത് ചുമന്നിട്ട് ഒരാൾക്കും മടുപ്പുണ്ടാകാൻ പാടില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നിങ്ങൾ മദീന യൂണിവേഴ്സിറ്റിയിലേക്ക്
സംഭാവനയായിട്ട് നൽകണം. അത് എനിക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ലോകം കണ്ട വലിയ മുഹദ്ദിസുകളിൽ ഒരാളുടെ അവസാനത്തെ വസിയ്യത്താണ് നമ്മൾ കേട്ടത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണവാർത്ത ഉടനെ ഒന്നും നിങ്ങൾ അടുത്ത ബന്ധുക്കൾ അറിയിക്കേണ്ടതില്ല, നാട്ടിലില്ലാത്തവരെ വിവരം അറിയിക്കണ്ട എന്ന് ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല പറയാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കാണ് അസ്രിഉ ബിൽ ജിനാസ, ജിനാസയുടെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണം. ആ കൽപ്പനയ്ക്ക് എതിരായിട്ട് എൻ്റെ മരണശേഷം ഒന്നും നടക്കാൻ പാടില്ല എന്നൊരു വാശി ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആലക്ക് ഉണ്ടായിരുന്നു. ആ വാശി നമുക്കുണ്ടാകണം. അങ്ങനത്തെ ഒരു നിലപാടിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്ന് പറഞ്ഞാൽ അത് വെറുതെ കിട്ടുന്നതല്ല. അത് നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കും നമ്മുടെ നിലപാടുകൾക്കും നമ്മുടെ പ്രയത്നങ്ങൾക്കും കിട്ടുന്ന അംഗീകാരമാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം തുടങ്ങിയിട്ട് സൊഫയുടെ മുകളിൽ കയറിയിട്ട് എല്ലാവരും വിളിച്ചില്ലേ? എല്ലാവരും വിളിച്ചിട്ട് നബി പറഞ്ഞത് എന്താണ്? യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ വിളിച്ചിട്ടാണ് നബി സംസാരിക്കുന്നത്. യാ ബനി അബ്ദി മനാഫ്, അബ്ദു മനാഫിന്റെ മക്കളെ വിളിച്ചിട്ടാണ് നബി സംസാരിക്കുന്നത്. യാ സഫിയ അമ്മത റസൂലില്ലാ, യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, യാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഖുറൈശി തറവാട്ടിലെ പ്രമുഖരെ വിളിച്ചിട്ട്, നബിയുടെ കുടുംബക്കാരെ വിളിച്ചിട്ട് നബി പറയാണ്, ഇഷ്തറു അൻഫുസകും മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തണം. നബിയുടെ കുടുംബക്കാരനായി എന്നതുകൊണ്ട്, ഖുറൈശി തറവാട്ടിൽ ജനിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. യാ ഫാത്തിമത്ത് ബിൻതു മുഹമ്മദ് സലീനി മിൻ മാലി മാ ശിഅതി ലാ ഉഗ്നി അൻകി മിൻ അല്ലാഹി ശൈഅ. ഉപ്പാൻ്റെ സ്വത്തുനിന്ന് ചോദിച്ചോ, വാപ്പ തരാം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് ഒന്നും ചെയ്തു തരാൻ എനിക്ക് കഴിയൂല. ഞാൻ നമ്മുടെ തറവാട് കൊണ്ടും നമ്മുടെ കുലമഹിമ കൊണ്ടും നമ്മുടെ സൗന്ദര്യം കൊണ്ടൊന്നും കിട്ടുന്നതല്ല സ്വർഗം. സമ്പത്ത് കൊണ്ട് സ്വർഗം കിട്ടുമായിരുന്നുവെങ്കിൽ, സമ്പത്ത് കൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗം കിട്ടുമായിരുന്നുവെങ്കിൽ കാറൂണിന് സ്വർഗം കിട്ടണ്ടേ? അധികാരം കൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗം കിട്ടുമായിരുന്നുവെങ്കിൽ ഫിറൗനിന് സ്വർഗം കിട്ടണ്ടേ? ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുള്ള ആയത്താക്കിയിട്ടാണ് ഫിറൗൻ അള്ളാഹു മാറ്റിയത്. നല്ലൊരു തറവാട്ടിൽ ജനിച്ചു എന്നതുകൊണ്ട്, കുലമഹിമ കൊണ്ട് സ്വർഗം കിട്ടുമായിരുന്നുവെങ്കിൽ അബൂലഹബിന് സ്വർഗം കിട്ടണ്ടേ? ഖുറൈശി തറവാട്ടുകാരനാണ്. ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുകയാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അപ്പോൾ ഇസ്ലാമിൽ പൊങ്ങച്ചം കാണിക്കേണ്ട വഴിയല്ല തറവാടും കുലമഹിമയും നമ്മുടെ സമ്പത്തും ഒന്നും. അങ്ങനൊന്നും പൊങ്ങച്ച കാണിക്കാൻ ആർക്കും അവകാശമില്ല. സ്വർഗം വേണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം, നമ്മൾ നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തണം. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക, മക്ക വിജയത്തിൻ്റെ സമയത്ത് അറേബ്യ കേട്ട ഒരു ബാങ്കൊലിയുണ്ട്. മക്ക വിജയത്തിൻ്റെ അന്ന് മക്ക കേട്ടൊരു ശബ്ദമുണ്ട്. അത് ആരുടെ ശബ്ദമാണ്? അതൊരു അറബിയുടെ ശബ്ദമല്ല, അതൊരു പ്രമാണിയുടെ ശബ്ദമല്ല, അത് അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ശബ്ദമല്ല. അത് കറുത്ത നീഗ്രോ അടിമയായ ബിലാലിൻ്റെ ശബ്ദമാണ്, കാപ്പിരിയായ ബിലാലിൻ്റെ ശബ്ദം. ബിലാലിൻ്റെ മക്കയുടെ മണ്ണിന് നല്ലോണം പരിചയമുണ്ട്. ആ മണലിലാണ് മേൽക്കുപ്പായം പോലും ഇല്ലാതെ ബിലാലിനെ മലർത്തിക്കടത്തിയത്, മാറത്ത് വലിയ പാറക്കല്ല് കയറ്റി വെച്ച് ഉമയ്യത്ത് വലിച്ചു കൊണ്ടുപോയത്. ബിലാലിൻ്റെ വിയർപ്പിൻ്റെ ഉപ്പുരസം മക്കയുടെ മണൽത്തരികൾക്കറിയാം. ആ മണൽത്തരികളെയും അറേബ്യയെയും സാക്ഷി നിർത്തിയിട്ടാണ് ബിലാൽ പ്രഖ്യാപിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് ജാഹിലിയത്തിനോട് കൂടിയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു, ജാഹിലിയത്തിന് കൂടിയുള്ള ഒരു മറുപടിയായിരുന്നു. ലാ ഫദ്ല ലി അറബിയിന അലാ അജമിയിൻ വലാ ഫദ്ല ലി അബിയദിന അലാ അസ്വദിൻ. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ, അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയില്ല. ഇത് നബി എന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനാണ് അല്ലേ? ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേല കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി വിമോചന സമരങ്ങൾ തുടങ്ങുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അമേരിക്കയിൽ മാർട്ടിൻ ലൂതർ കിങ് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവികതയുടെ പ്രഖ്യാപനം നബി നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു പരിഗണിക്കുക തെക്കുവയാൻ. നമ്മുടെ ജീവിതമാണ് അള്ളാഹു നോക്കുന്നത്. ആ ജീവിതം നന്നാക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ആ തഖ്വ നമ്മുടെ കയ്യിലുണ്ടോ? ഈമാൻ നമ്മുടെ കയ്യിലുണ്ടോ? ആദർശം നമ്മുടെ കയ്യിലുണ്ടോ? അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നന്മ ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, മദീനയിൽ എത്തിയ സമയത്ത് ആരാണ് റൂമാ കിണർ മുസ്ലിങ്ങൾക്ക് വാങ്ങിത്തരിക? മദീനയിൽ എത്തിയ സമയത്ത് വെള്ളമില്ല, കുടിക്കാൻ ആവശ്യമായ വെള്ളമില്ല. ജൂതന് പൈസ കൊടുത്തിട്ടാണ് മുസ്ലിങ്ങൾ വെള്ളം കുടിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫറ ബിഅ്റ റൂമ, മൻ ഹഫറ ബിഅ്റ റൂമ, ആരെങ്കിലും റൂമാ കിണർ ഒരുക്കി കൊടുത്താൽ ഓനക്ക് സ്വർഗ്ഗമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ഒരുക്കി കൊടുക്കാം. റൂമാ കിണർ മുസ്ലിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പള്ളി ഉണ്ടാക്കി, പള്ളിയിലേക്ക് ആളുകൾ നിസ്കരിക്കാനെത്തി, ജുമാ നടന്നു, പള്ളിയിൽ സ്ഥലം തികയാതെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ആരാണ് മദീന പള്ളി വിശാലമാക്കാൻ സഹായിക്കുക? അവർക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ മദീന പള്ളി വിശാലമാക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാം, സാമ്പത്തിക ചെലവ് ഞാൻ വഹിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ആരാണ് ജയ്ഷുൽ ഉസ്റ, തബൂക്കിലേക്കുള്ള സൈന്യത്തെ ഒരുക്കുക? മൻ ജഹസ ജയ്ഷുൽ ഉസ്റ ഫലഹുൽ ജന്ന, ആര് ജയ്ഷുൽ ഉസ്റ ഒരുക്കുന്നുവോ അവർക്ക് സ്വർഗമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുത്തു. എന്നാൽ എല്ലാവരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ലേ എന്നല്ല മഹാനായ സ്വഹാബി ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നന്മ ചെയ്യാനുള്ള ഓരോ അവസരവും നമ്മുടെ ജീവിതം അടയാളപ്പെടുത്താനുള്ള അവസരമായി കണ്ട് സുഹൃതങ്ങൾ വാരിക്കൂട്ടി പുണ്യം ചെയ്യാനുള്ള ഓരോ അവസരവും പരമാവധി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരു കൂടിയിരുത്തത്തിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. പറഞ്ഞതും കേട്ടതും ജീവിതത്തിൻ്റെ നിലപാടുകളും തീരുമാനങ്ങളും ആക്കി മാറ്റാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹുവെ, ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും നീ വർദ്ധിപ്പിച്ചു തരണമേ. അള്ളാഹുവെ, നിൻ്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണമേ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.